ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നീലശ്ശേരത്ത് പള്ളിക്കര കുറച്ച് ഇപ്പുറമാണ്. നമ്മൾ ബോട്ട് സർവീസാണ് ഇന്ന്. ഞങ്ങൾ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു കോൺടെസ്റ്റ് അച്ചീവ് ആയതിൻ്റെ ഭാഗമായിട്ട് ഒരു ബോട്ട് സർവീസാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ ബോട്ടിൽ അടിച്ചു പൊളിച്ച് കഴിയാൻ ഒരു അവസരം തന്നിരിക്കുകയാണ് നമ്മളെ കമ്പനിയിലെ ലീഡേഴ്സ്. അപ്പോൾ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പിറകിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ബ്ലോഗ് ചെയ്യുന്നത് കണ്ടിട്ടാണ് വന്നത് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഇതിലിടുന്നുണ്ട്. പിന്നെ അതുപോലെ പാട്ടൊക്കെ വരുമ്പോൾ അതിന് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ അതിന് മ്യൂട്ടാക്കിയിട്ട് വേറെ മ്യൂസിക് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. ഗൈസ്, ഇവിടെ എല്ലാവരും സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും വൈറലാക്കാതെ പിന്നെ പോവാതിരിക്കോ. ബാക്കിലെല്ലാവരും വരുന്നുണ്ട്. അഞ്ജലി മേഡം, നമ്മളെ പാലക്കുന്നില്ല മുത്താണ് അഞ്ജലി മേഡം. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ട് സർവീസിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊന്ന് കാണിക്കാം. എല്ലാവരും പതുക്കെ കയറുന്നുണ്ട്. ചെറിയ പാലമാണ്. ആശി സാറേ, നിങ്ങൾ മുണ്ടെല്ലാം എടുത്തിട്ട് സെറ്റായിനല്ലോ. ആളുകളെല്ലാം ബാക്കിയുള്ള ആളുകളെല്ലാം ഇപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണതാ. ബോട്ട് സർവീസിലേക്ക് ഇത്ര പേരുണ്ട്. ഇതാ എല്ലാവരും കാണുന്നുണ്ട്. ഇതാ എല്ലാവരും ആയി പറയോ. എല്ലാവരും ഉണ്ട്. ഇതാ ഇതിന്റെ മെയിൻ ഡ്രൈവറാണ്. ഇതാ ഡ്രൈവർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ എന്ത് ഇത് മക്കളെ, ഇതെന്ത് ഉമ്മക്കാണോ കഥ പറയാണ്. ശിവ സാറേ, നിങ്ങളില്ലാതെ എന്ത് ആഘോഷം? എന്റെ പെർമിഷനോട് കൂടി മാത്രമേ ഇടാൻ പാടുള്ളൂ. ഓ, പെർമിഷൻ ഓൾറെഡി ചോദിച്ചു. ഇതാ അവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ സ്നാക്സ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതാ സ്നാക്സ് കഴിക്കുന്നതെല്ലാം എത്ര വേഗം ഓടിക്കൊണ്ട് വന്നറിയോ. പൂർണിമേടോ, നിങ്ങൾ എന്ത് നമ്മളൊന്നും ഓർമ്മയില്ലേ? എന്ത് സാറേ, നിങ്ങൾ സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മളൊന്ന് വിളിക്കണ്ടേ? നമ്മുടെ കൂടെ പുതിയൊരു വ്യക്തി വന്നിട്ടുണ്ട്. നമ്മളെ എല്ലാവരും മെന്റർ ബാബുരാജ് സാറ്. ഇവര് ഫുഡൊന്നും കൊണ്ടുവരാതെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവരാരും ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവരെ ലീഡേഴ്സ് ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ പ്രതീക്ഷയിലാണ് എല്ലാരും ഉള്ളത്. അപ്പൊ നമുക്കിപ്പോ ലഞ്ച് ടൈമാണ്. ഉച്ചക്കിടെ കഴിക്കുന്നുണ്ട്. സാമ്പാറും ചോറും എല്ലാം വന്നു. ഇത് കരിമീനാണ്. ഈ മീനിന് ഇങ്ങനെ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്ന് 4 മണിയാകുമ്പോൾ നമ്മളെ ഹൗസ് ബോട്ട് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിരിച്ച് പോകുമ്പോഴേക്ക് ഒരു പിരിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇത്ര നേരം നമ്മളൊന്നിച്ച് കളിച്ച് അതുപോലെ ഇതിൽ മത്സരിച്ചൊക്കെ നിന്ന ആൾക്കാരെ ഇത് മറക്കാനൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ബോട്ട് കോൺടെസ്റ്റ് അതുപോലെ ഇനിയും വരുന്ന മത്സരങ്ങളിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ട് ഇതുപോലുള്ള ട്രിപ്പുകൾ പോകും. അപ്പോൾ ഇത് സാധിച്ചെടുക്കാൻ എനിക്ക് പറ്റിയത് മൈലേജ് സ്റ്റൈൽ എന്ന കമ്പനിയിൽ വന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ അച്ചീവ് ചെയ്തതുപോലെ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരം ഉണ്ടാക്കി തരും. ഈ ഒരു അവസരം എനിക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എവിടെ പോയാലും കിട്ടാത്തൊരു
സന്തോഷവും സ്നേഹം ഈ കമ്പനിയിൽ എല്ലാവരും തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും എനിക്ക് നൽകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.